വരൂ. നിന്റെ അംഗീകാരം ആർക്ക് വേണോടി? നാണമില്ലാത്തവളെ. നിന്നോട് എനിക്ക് സംസാരിക്കാനുണ്ട്. പറഞ്ഞോളൂ. എന്ന് തുടങ്ങിയ ഈ ബന്ധം ആരുമായി? അയാളുമായി. ഏതയാളുമായി? എന്റെ ഭർത്താവുമായി. ഓ, എന്റെ ഭർത്താവോ? അദ്ദേഹം എന്റെ ഭർത്താവാണ്. നിന്റെ ഭർത്താവ് എന്റെയും ഭർത്താവ്, നമ്മുടെ ഭർത്താവ്. ചേച്ചി, നിനക്ക് നാണമില്ലേ? സത്യം പറയുന്നതിന് ഞാനെന്തിനു നാണിക്കുന്നു? അദ്ദേഹത്തെ നീ വശീകരിച്ചതല്ലേ? ദേ നോക്ക്, എന്നെ തൊട്ടതിനു ശേഷം അദ്ദേഹം നിന്റെ ഭർത്താവായത്. കൈവിഷം കൊടുത്ത് മയക്കെടുത്തിട്ട് അഹങ്കാരം പറയുന്നോ? അദ്ദേഹം ഒരു കുഞ്ഞിനെ പോലെയാ. അതുകൊണ്ടാ ഒന്നിച്ച് 2 കുട്ടികളുടെ അച്ഛനായത്. നിന്റെ കുഞ്ഞിന്റെ തന്ത ആരാണെന്ന് ആർക്കറിയാം? ഇവനെ അവന്റെ അച്ഛന്റെ തൽ സ്വരൂപമാണെന്ന് എല്ലാവരും പറയുന്നത്. സംശയം നോക്ക്. കണ്ടല്ലോ, എന്നെ അദ്ദേഹം എത്രത്തോളം സ്നേഹിക്കുന്നുണ്ടെന്ന് ഇപ്പൊ നിനക്ക് മനസ്സിലായില്ലേ? നീ ഇവിടെ വിട്ടു പോവാൻ നിനക്ക് എന്ത് വേണം? എന്ത് വരും? എന്ത് വേണം? നിന്റെ കയ്യിൽ എന്തുണ്ട്? എത്ര പണം വേണമെങ്കിലും എടുത്തോ. ഈ പണം നിന്റേതല്ല, അദ്ദേഹത്തിന്റെയാ. എത്ര സ്വർണം വേണമെങ്കിലും ഞാൻ തരാം. അത് നിന്റേതല്ല, അദ്ദേഹത്തിന്റെയാ. നിനക്ക് സ്വന്തമായിട്ട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് മതി എനിക്ക്. ഞാനൊന്ന് മനസ്സ് വെച്ചിരുന്നെങ്കിൽ ഒരിക്കലും അദ്ദേഹം നിന്റെ കഴുത്തിൽ താലി കെട്ടില്ലായിരുന്നു. ഇപ്പൊ നിന്റെ സ്ഥാനത്ത് ഞാൻ ഉണ്ടാവുമായിരുന്നു. നീ അനുഭവിക്കുന്ന സ്വത്തും സുഖവുമെല്ലാം ഞാൻ നൽകിയ ഭിക്ഷയാണ്. നിന്റെ കഴുത്തിൽ കിടക്കുന്ന താലിയും എന്റെ ഭർത്താവിനെ പോലും ഞാൻ നിനക്ക് തന്ന ദാനമാണ്. നിൽക്ക്. എന്നെ നാണമില്ലാത്തവൾ എന്ന് നീ ഇപ്പൊ വിളിച്ചില്ലേ? അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെയൊക്കെ പറഞ്ഞത്. എന്നെ നിനക്ക് എങ്ങനെ വേണമെങ്കിലും അപമാനിക്കാം. എനിക്കൊരു വിരോധമില്ല. നിന്നോടുള്ള സ്നേഹം കൊണ്ട് പറയാ. ഈ ലോകത്ത് കാശ് കൊടുത്ത് വാങ്ങാൻ പറ്റാത്ത ഒന്നേ ഉള്ളൂ, യഥാർത്ഥ സ്നേഹം. വെറുതെ ഒരു വാശിയുടെ പേരിൽ നീ അതില്ലാതാക്കരുത്. അദ്ദേഹത്തിന്റെ ജീവിതത്തിലും മനസ്സിലും ഒരു പെണ്ണിന് മാത്രമേ സ്ഥാനമുള്ളൂ. അത് നിനക്ക്